എനിക്കൊരു ഒരു വോണ്ടറിങ് മൈൻഡ് അയാളുടെ അയാൾ എപ്പോഴും വോണ്ടറിങ് ആണ്. അതായത് അയാൾക്കൊരു സംശയവും പിന്നെ ചില മറക്കാനുള്ള ശ്രമങ്ങളും ഓർത്തെടുക്കാനുള്ള ശ്രമങ്ങളും അങ്ങനെ കാണിക്കും. ഈ തിരയടിക്കുന്ന പോലുള്ളൊരു മനസ്സുണ്ട്. രാവിലെ എനിക്കിട്ട് ഞാൻ അടിക്കാൻ ഞാൻ കയ്യെ പിടിച്ച് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ പോകുന്ന നടേഷ കൊല്ലുണ്ട് എന്ന് പറയുമ്പോഴത്തേന് തമാശ ഉണ്ട്. എങ്കിലും തമാശ ഉള്ളൂ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. അത് എത്ര വലിയ ഡയറക്ടർക്കും നടനെ സൃഷ്ടിക്കാൻ പറ്റില്ല. അത് നടൻ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. ആദ്യം നാടകം എഴുതുന്നത് സുഭാഷ് ചന്ദ്രബോസ് വന്നൊരു വേദിയിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്നെ ബോധ്യപ്പെടുത്തണം. എനിക്ക് ഞാനല്ലാതെ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യം വിശ്വസിപ്പിക്കണം. എന്നെ വിശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകന് ബോധ്യമാകുന്നത്. ഇയാൾ തിരിഞ്ഞു നടക്കാമെന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അന്നേരം എനിക്ക് തോന്നി നടക്കും, ഇയാൾ തെറ്റി നടക്കും, തെറ്റാണ് തിരിഞ്ഞു. പക്ഷെ അതൊക്കെ അന്നേരം തോന്നുക. അതൊന്നും അവന് കൈ നിടുന്നതല്ല, കൈ നിന്ന് വരുന്നതാണ്. With RJ Rafi. സിനിമയുടെ 5 പതിറ്റാണ്ട് കണ്ട ഒരു ആക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിൽ ഇരിക്കുന്നത് വിജയരാഘവൻ സാർ. വെൽക്കം ടു സ്റ്റാർ ജാം. നമസ്കാരം. നമസ്കാരം. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ അപ്പുപിള്ള ജീവിക്കായിരുന്നു ശരിക്കും പറഞ്ഞാല്. അതെങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നത്? ഇത് ഈ പറയുന്ന നാടകത്തിൽ നിന്നുള്ളൊരു നാടകത്തിന്റെ എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വേറെ ഉദ്ദേശവും ലക്ഷ്യമൊന്നും ഇല്ല ജീവിതത്തിൽ. നന്നായിട്ട് അഭിനയിക്കുക, നല്ല നല്ല കഥാപാത്രങ്ങൾ. അതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷൻ ഉണ്ട്. അതായത് ഈ ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ അങ്ങനെ അഭിനയിച്ച് ആടി തിമിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമല്ലേ. എനിക്ക് കള്ളനാകാം, പോലീസാവാം, രാജാവാകാം, മന്ത്രിയാകാം, പ്രജയാകാം, എന്തും ആവാം, ആണാകാം, പെണ്ണാവാം. അപ്പം അങ്ങനെയുള്ള ഏതൊരു അവസ്ഥയിലും ജീവിക്കാൻ ഉള്ള ഒരു അവസ്ഥ എനിക്ക് കിട്ടിയിരിക്കുക. ആ അവസ്ഥയാണ് നടൻ എന്നുള്ള എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് എന്നെ വിളിക്കാറുണ്ട്, നന്നായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹജീവികൾ എന്നെ വിളിച്ച് ഇഷ്ടമാണെന്നും സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് അതിനെപ്പുറം സന്തോഷം എന്താ ഉള്ളത്? സത്യം. ഇപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൾസ് വരുന്നുണ്ട് സാറിന് കണ്ടിട്ട്. കാരണം അത്ര റിലേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഞെട്ടി ജീവിക്കായിരുന്നു സാറ് ഈ ക്യാരക്ടറായിട്ട്. ഞാൻ ജീവിക്കൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഭംഗിവാക്ക് പറയുന്നതാണ്. ഞാനതായിട്ട് ജീവിച്ചു. ഒരിക്കലുമല്ല. ഞാൻ ഓരോ നിമിഷവും ഞാൻ തന്നെ വിജയരാഘവൻ ഞാനാ നിയന്ത്രിക്കുന്നത്. അപ്പുപിള്ള എങ്ങനെ നോക്കണം, അപ്പുപിള്ളയുടെ കൈ എങ്ങനെ വേണം, അപ്പുപിള്ള ഇപ്പം അങ്ങോട്ട് നോക്കണം, അല്ല അപ്പുപിള്ള ഇങ്ങനെ ഇരിക്കണം, എന്താണ് അപ്പുപിള്ള ചെയ്യേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ ഞാൻ ആ കഥാപാത്രമായി ഞാൻ പലപ്പോഴും പറയുന്ന ചിലർ പറയും അങ്ങനെ ആയിപ്പോയി, ഇറങ്ങിപ്പോയില്ല കഥാപാത്രം, ഞാൻ പിന്നെ ഇറക്കി വിടാൻ പാടുപെട്ടു, അടിച്ചിറക്കി എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ ആക്ഷൻ എന്ന് പറയുന്നത് തുടങ്ങും, കട്ടെന്ന് പറയുമ്പോൾ ഇറങ്ങി. അല്ല, അതിനൊരു ആക്ഷൻ പറഞ്ഞൊരു ജസ്റ്റ് ഒരു മിനിറ്റ് റെഡിയാണ്. ഞാനങ്ങ് റെഡിയാ, ഓക്കെ റെഡി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ റെഡിയാ. അത്രേ ഉള്ളൂ. കഴിഞ്ഞാൽ കട്ട് പുറത്ത്. ഇപ്പം ഈ പൂക്കാലത്തിൽ 100 വയസ്സുള്ള ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ മനസ്സിലേക്ക് വന്നായിരുന്നു ഈ ക്യാരക്ടറിലേക്ക് കയറാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ അപ്പുപിള്ളയുടെ ക്യാരക്ടറിന് വേണ്ടി സാറെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ കണ്ടു മറന്നതായ, അല്ല അനുഭവിച്ചതായ, അല്ല ആരെങ്കിലും പറഞ്ഞതായ ചില അവസ്ഥാവിശേഷങ്ങൾ നമ്മളെ സ്വാധീനിക്കുക. നമ്മൾ മനഃപൂർവ്വം അത് തേടിപ്പിടിച്ച് അന്ന് കണ്ട അപ്പൂപ്പനെ അന്വേഷിക്കുക, അങ്ങനെയല്ല. അത് അങ്ങനത്തെ സംഭവമേ ഇല്ല. ഇത് നമ്മളോട് പറയുമ്പം കിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ഞാനിതിൻ്റെ റൈറ്റർ ബാഹുലിനോട് ചോദിച്ചു, എങ്ങനെ നീ ഇത് എഴുതാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ബാഹുൽ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വെച്ച് മറവിയുള്ള ഒരാൾ, അയാളൊരു വലിയ ക്രൈം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും പിന്നെ അയാൾ, ചിലപ്പോൾ അയാൾ ചെയ്ത ക്രൈം അയാൾ തന്നെ മറന്നു പോകും. ഇതാണ് ഫസ്റ്റ് തോട്ട്. ഈ കഥയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അതായത് എങ്ങനെയാണ് നമുക്ക് ആ തോട്ട് ഉണ്ടാവും നമുക്കറിയില്ല. ഈ പറഞ്ഞ വയസ്സനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വയസ്സൻ എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് വേറെ എന്തൊക്കെയോ നമ്മളിലോട്ട് ഇങ്ങനെ വന്ന് ചേരുന്നതാണ്. ഇപ്പം അപ്പുപിള്ള ഇതിനകത്ത് ഒരു സിറ്റുവേഷനിൽ മകളുമായിട്ട് ഇങ്ങനെ മകളെ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അവൾ വീഴും. ഞാൻ മകൻ വന്ന് വിടുവിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് ഫ്ലിപ്പാവും. ഫ്ലിപ്പായിട്ട് ഇയാൾ തലകാലം മറന്ന് ഇയാൾ മകനും മകളും കൂടെ വഴക്കുണ്ട്. നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് അത് വീട്ടിൽ പ്രശ്നമുണ്ട്, നിങ്ങൾ വീട്ടിൽ പറയണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ നടക്കുന്നുണ്ട്. ഇയാൾ തിരിഞ്ഞു നടക്കാമെന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അന്നേരം എനിക്ക് തോന്നി നടക്കും, ഇയാൾ തെറ്റി നടക്കും,
പെറ്റിനാണ് തിരിഞ്ഞു നിന്ന്. പക്ഷെ അതൊക്കെ അന്നേരം തോന്നുക, അതൊന്നും അവന് ഇംപ്രൂവൈസ് ചെയ്താണ്, കൈ നിട്ടാണ്, കൈ നിടുന്നതല്ല, കയ്യിൽ നിന്ന് വരുന്നതാണ്. ഓ അതായത് അങ്ങനെ ഒരു അവസ്ഥ വരും നമുക്ക്. അതാ ഞാൻ പറഞ്ഞത്, അത് അന്നേരം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇത് ഗിഫ്റ്റെന്നോ അല്ലെങ്കിൽ ചില തോന്നലുകളൊക്കെ ആകാം. ഇപ്പം ആൻ്റണി നമ്മുടെ പടത്തിനകത്ത് ഞാൻ കണ്ണ് കാണാൻ മേലാത്ത ഒരാളായിട്ട്, കണ്ണ് കാണാൻ മേലായി 10 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. അതിന് മുമ്പേ കണ്ണ് കാണാമായിരുന്നു. അപ്പം അങ്ങനെ ഒരാൾക്ക് അയാളുടെ വീടും പരിസരവും നല്ല 10 വർഷം മുമ്പ്, അതായത് 10-60 വയസ്സുണ്ടായിരിക്കും. അപ്പം 50 വർഷം അയാൾ ഉപയോഗിച്ച വീട് അയാൾക്ക് കാണാപ്പാഠമാണെന്ന് പറയുന്ന പോലെ കണ്ണ് കാണാൻ മേലെങ്കിലും അയാൾക്ക് അറിയാം ഇവിടെ ഈ ഇത്ര സ്റ്റെപ്പ് നടന്നാൽ പടി ഇതൊക്കെ അറിയരുതോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അറിയാൻ പറ്റാം. അപ്പം ഞാനത് കൺസീവ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇയാൾക്ക് 10 വർഷമല്ലേ ആയുള്ളൂ. ഇയാൾ പിന്നെ അയാളുടെ വണ്ടി ബെൻസ് കാർ, അപ്പം അയാൾ കൃത്യമായിട്ട് ആ ബെൻസ് കാർ എത്ര താഴണം, എങ്ങനെ കയറണമെന്നറിയാം. പക്ഷെ ആ സിനിമയിൽ പ്രത്യേക സന്ദർഭത്തിൽ ഇയാൾ പരസ്യമായിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇയാൾ ചവിട്ടി വീഴ്ത്തും. ഇയാൾ തകർന്നു പോകും. ഇയാളുടെ പേര് അവറാൻ എന്നാണ്, അവറാൻ സിറ്റി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അത്രയും പേരുടെ മുമ്പ് വെച്ച് ഇയാൾ ഇത് കഴിഞ്ഞിട്ട് പെണ്ണോട് ചോദിടി എല്ലാവരും കണ്ടോടി എന്ന് ചോദിക്കുന്നുണ്ട് ഇയാൾ. ആ യാത്രയിൽ അയാൾ മരിച്ചു പോവാ ഹൃദയാഘാതം കൊണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ അടി കൊണ്ടിട്ട് ഇയാൾ വണ്ടിയിലേക്ക് കയറുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ ആ ഷോട്ടിൽ ഞാനിങ്ങനെ നേരെ ടുവേർഡ്സ് ക്യാമറ വന്നു, ഞാൻ വണ്ടിക്കകത്തോട്ട് കയറി. ജോഷി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജോഷി ഒന്നും എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ തോട്ട്, ജോഷി പറഞ്ഞാൽ ഓക്കെയാണെന്ന്. ഞാനല്ല എനിക്കൊന്നും പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ശരി. അങ്ങനെ ഞാൻ വന്നിട്ട് ഈ ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ഡോർ തുറക്കുമ്പോൾ ഞാൻ എൻ്റെ ബാക്കല്ലേ കാണുള്ളൂ. പക്ഷെ കയറാൻ നേരത്തെ എൻ്റെ തല ഞാൻ അവിടുത്തെ മുട്ടിക്കും, കാറിന് മേലെ മുട്ടും. അത് ഭയങ്കര ഇമ്പാക്റ്റ്. ആദ്യത്തെ ഷോട്ടിൽ എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ എൻ്റെ മുഖം കണ്ട ആ പക്ഷെ കയറുമ്പോൾ അറിയാതെ മുട്ടിപ്പോവുക. അത്രയും നാളും അയാൾ കയറിക്കൊണ്ടിരുന്ന അയാളുടെ കണക്കുകളെല്ലാം തെറ്റുന്നു എന്നുള്ളത് സൂചനയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രേക്ഷകൻ കാണുമ്പോൾ ഭയങ്കരമാണ്. അതൊക്കെ ഞാൻ മുൻകൂട്ടി തീരുമാനിച്ച റിഹേഴ്സ് ചെയ്തപ്പോഴും തോന്നിയില്ല എനിക്ക്. ആദ്യത്തെ ടേക്ക് എടുത്തപ്പോഴും തോന്നിയില്ല. അത് കഴിഞ്ഞപ്പോഴും അങ്ങനെ ചെയ്താലോ. അപ്പം അതെങ്ങനെ നമുക്ക് വരുന്നു എന്നുള്ളത് അന്നേരം ഉണ്ടാകുന്നു. ആക്ടിങ് എന്താന്ന് വെച്ചാൽ സാർ എന്ത് പറയും? ഒരു നടനിലൂടെ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം. നടനിലൂടെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണെന്ന് വേണേൽ പറയാം. അല്ലാതെ ഒറ്റ വാക്കിൽ ആക്ടിങ് ഈസ് ബിലീവിങ് എന്ന് വേണേൽ പറയാം. ഓക്കെ, ബിലീവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച പോലെ വിശ്വസിപ്പിക്കലും കൂടെ വേണം അതിനകത്ത്. വെറും ബിലീവിങ് ഒന്നും ശരിയല്ല. നമ്മൾ ബിലീവ് ചെയ്താൽ പോരല്ലോ, ഒരു മേക്ക് ബിലീഫാണ്, അങ്ങനെയും പറയാം. ചിലർ പറയും അനുകരണമാണ്. അനുകരണം ഒരിക്കലും അഭിനയമല്ല. അതിന് മിമിക്രി, മൈമോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് മിമിക്രി അത് ഉണ്ടായത്. പക്ഷെ ആ മിമിക്രിയും ആക്ടിങ്ങും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഇല്ല എന്നുള്ളത് ഞാൻ അങ്ങനെ വിശ്വസിക്കുമോ സാർ അഭിനയിക്കുമ്പോൾ? അല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഓർമ്മയില്ലെന്നല്ല. എൻ്റെ ചില ടെക്നിക്സ് ഉണ്ട്. ഞാനത് ഓരോ സിനിമയിൽ എൻ്റെ എന്തെങ്കിലും അത് എൻ്റെ ശീലം കൊണ്ടും ഇതിൻ്റെ ഇത് കൊണ്ടുള്ള. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പപ്പുപിള്ള എന്ന സാധനത്തിൽ ചെയ്തത് എനിക്കൊരു ഒരു വോണ്ടറിങ് മൈൻഡായിട്ടില്ല. അയാൾ എപ്പോഴും വോണ്ടറിങ് ആണ്. അതായത് അയാൾക്കൊരു സംശയവും പിന്നെ ചില മറക്കാനുള്ള ശ്രമങ്ങളും ഓർത്തെടുക്കാനുള്ള ശ്രമങ്ങളും അങ്ങനെ കൺഫ്യൂസ്, ഈ തിരയടിക്കുന്ന പോലുള്ളൊരു മനസ്സുണ്ട്. പിന്നെ ഒരുപാട് വള്ളിക്കെട്ടുകളുള്ള ഒരു മനസ്സ്, ഇതെല്ലാം അങ്ങനത്തെ ചില സംഭവങ്ങൾ. അപ്പം അതിനുവേണ്ടി ഞാൻ എൻ്റെ കൈയുടെ ഇതിങ്ങനെ തിരിഞ്ഞു. ഇത് ഞാൻ ഒരു ഷോട്ടിൽ 2-3 ഷോട്ടിൽ പ്രകടമാകുന്നുണ്ട്. പക്ഷെ ഞാൻ അഭിനയിക്കാത്ത കൈ കാണാത്ത സ്ഥലത്ത് ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അപ്പോൾ വോണ്ടറിങ് ഉണ്ടാവും. പിന്നെ ഇയാളുടെ ആത്മസംഘർഷമല്ലേ, ഈ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളെ അമർത്തുക, അതിൽ നിന്ന് ഇയാൾ എസ്കേപ്പ് ചെയ്യുക. ചിലപ്പോൾ പെട്ടെന്ന് ഫ്ലിപ്പായിട്ട് ഔട്ട് അതിനകത്തിട്ട് വരാം. അത് നമുക്ക് അന്നേരം വരുന്ന കാര്യം, അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. ഒരാളെ എൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ പറയും, അഭിനയം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചില അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കാവുന്ന, പറഞ്ഞ് എത്തിക്കാം അവരിലേക്ക്. ഇപ്പം ഞാൻ ഒരു ക്യാരക്ടറിനെ പറ്റി ഒരാൾക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കാം. അയാൾ എങ്ങനെയാണ്, എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, എങ്ങനെയാണ് എങ്ങനെയൊക്കെ ആയി അയാൾ ഈ പ്രായം വരെ, ഈ അപ്പുപിള്ളയാണ് എങ്ങനെ വരെ എത്തി എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അത് ആകണമെങ്കിൽ ആ നടൻ തന്നെ വിചാരിക്കണം. ഒരിക്കലും നടനിലേക്ക് നമുക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. നടനിൽ സംഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് നടനിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. അത് എത്ര വലിയ ഡയറക്ടർക്കും നടനെ സൃഷ്ടിക്കാൻ പറ്റില്ല. അത് നടൻ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടതാണ്.
അതാണ് അഭിനയത്തിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. വിജയരാഘവൻ സാറിന്റെ ആക്ടർ വിജയരാഘവന്റെ കരിയർ ബെസ്റ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കരിയർ ബെസ്റ്റ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? സന്തോഷം. പക്ഷേ ആണോ? വളരെ സന്തോഷം, വളരെ സന്തോഷം. അത് പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറെ കൂടെ എനിക്കിഷ്ടം ഞാൻ തോന്നിയ പൂക്കാലത്തിന് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് വിശ്വസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിള്ളേരെ വിശ്വസിപ്പിക്കാൻ കുറച്ചും കൂടെ എളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കാലത്തെ വിശ്വസിപ്പിക്കാൻ എന്ന് വെച്ചാൽ നമ്മളൊരു 100 വയസ്സുകാരനെ എത്ര പേര് കണ്ടിട്ടുണ്ട്? 100 വയസ്സുകാരൻ്റെ ഇത്രയും കൂടുതൽ ജീവിതയാത്രകൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ ആത്മസംഘർഷങ്ങൾ ആര് കണ്ടിട്ടുണ്ട്? അപ്പൊ അതങ്ങനെ സംഭവം സൃഷ്ടിക്കുകയും അത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് തോന്നിയത്. അല്ല, അതൊരു വലിയ ബുദ്ധിമുട്ടല്ല. അഭിനയം ഒരിക്കലും ബുദ്ധിമുട്ടല്ല. അഭിനയം അനായാസം വരേണ്ടതാണ്. അതിനൊരിക്കലും നമ്മൾ നമ്മുടെ എഫേർട്ട് ഫീൽ ചെയ്താൽ അഭിനയം ബോറാവുന്ന അർത്ഥം. ബാഹുലി സ്ക്രിപ്റ്റ് ആയിട്ട് സാറിന്റെ അടുത്ത് വരുന്ന ഓർക്കുണ്ട്, ആദ്യത്തെ ഡിസ്കഷൻ എന്തായിരുന്നു? എനിക്ക് നേരത്തെ അറിയാം, മറ്റേ അവിടെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞു, അതിനകത്ത് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് ഇവരെ നന്നായിട്ട് അറിയാം. പെണ്ണോ കുട്ടിയുടെ വരുന്നു, ഞങ്ങൾക്ക് അത് സംഭവം പറയാനുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒന്നും പറഞ്ഞതാ. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീര സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോഴാണ്, പക്ഷെ അവർ എങ്ങനെ ആൾക്കാർ, ഞാൻ പ്രേക്ഷകനെ എനിക്കറിയാൻ പറ്റില്ല, അത് ഓടോ ഇല്ലെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഗംഭീര സ്ക്രിപ്റ്റാണ്, നല്ല തോട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം എല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് തന്നു. അപ്പോഴും നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ചെയ്യുമ്പോഴും അങ്ങനെ. പിന്നെ ചെയ്യുമ്പോഴത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ മഴയുണ്ട്, പിന്നെ ഭയങ്കര പ്രഷറുകൾ പല സ്ഥലത്തുനിന്നും പല പല സിനിമയ്ക്ക് അങ്ങനെയാണല്ലോ, വളരെ സ്മൂത്തായിട്ടൊന്നും നടക്കില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഷൂട്ടിങ് നടന്നു. പക്ഷേ ഇപ്പം ഡബ് ചെയ്തു. പക്ഷെ ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നുവെച്ചാൽ ഇതിനകത്ത് പാട്ടില്ല, ഡാൻസ് ഇല്ല, ഫൈറ്റില്ല, എന്താ വെച്ചാൽ നമ്മുടെ സാധാരണ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്കറിയാം, ഒരു ലോക സിനിമയുടെ നിലവാരത്തിലുള്ള സബ്ജക്റ്റാണെന്ന് നമുക്ക് 100% എനിക്കറിയാമായിരുന്നു. അത് പക്ഷെ നമ്മുടെ പ്രേക്ഷകൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചില സിനിമകളിലൊക്കെ ഞാനിവിടെ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ ഞാൻ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ഓടി, എന്നെ ഒട്ടും അത് രസിപ്പിക്കുകയോ അല്ല എന്നെ ത്രില്ലടിപ്പിക്കുകയോ എന്നെ അതിന് അഭിനയിച്ച സിനിമയാണ് ഞാൻ അഭിനയിച്ചതുകൊണ്ട് ഞാൻ അഭിനയിക്കാത്ത സിനിമകളും. അപ്പം അതെങ്ങനെ ഓടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചില സിനിമകൾ ഞാൻ കണ്ടു ഭയങ്കര ബോറ് സിനിമകൾ, അതേസമയം ഭയങ്കര ദിവസങ്ങളോളം ഓടി എത്രയോ കളക്ഷൻ, പിന്നെ ക്ലബിലൊക്കെ കയറിയ പടങ്ങളും ഉണ്ട്. അപ്പം എൻ്റെ സിനിമയെ പറ്റിയുള്ള കാഴ്ചപ്പാടല്ല പൊതുജന. അപ്പം അതങ്ങനെ, അപ്പം ഇതെനിക്ക് അതുകൊണ്ട് അറിയില്ല. ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നാണ് പടത്തിന് ആദ്യം പേരിട്ടതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും ആപ്റ്റായിട്ടുള്ള പേര് ഇതാണ്, കിഷ്കിന്ധാകാന്ഡമാണ് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റേ സ്പൂൺ ഫീഡിങ് ഉണ്ട്, അതിനകത്തൊരു അപ്പുപിള്ളയുടെ കഥ അങ്ങനെ പോയിരിക്കും ആൾക്കാർ. അത് നന്നായി. ഇതാണ് ശരിക്കുള്ള പേര്. ഒരു മിസ്റ്ററി ഉണ്ട് ഈ പേരില്. 70s തൊട്ട് സാറ് സിനിമയിലുണ്ട്. ഇപ്പൊ 70s സിനിമ, 80s സിനിമ, സാറിന് സിനിമ ലിസ്റ്റ് ചെയ്തേക്കുന്ന അങ്ങനെ തന്നെയാണ്. പിന്നെ 90s, 2000, പിന്നെ ഇപ്പോഴത്തെ സിനിമ 73-ലാണ് കാബാലി എന്ന് പറഞ്ഞ അച്ഛൻ നാടക സിനിമയാണ്. അന്ന് ഞാൻ സിനിമയെ ഒരിക്കലും വരണമെന്ന് ആഗ്രഹിച്ചില്ല, സിനിമയെ കണ്ടിരുന്നില്ല. അതിൻ്റെ വേറെ ഒന്നുമല്ല, ഞാനന്ന് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അച്ഛൻ അഭിനയത്തിനെ പറ്റി പറയുന്നത്, ഞങ്ങൾ നാടകങ്ങളിൽ അഭിനയിക്കുന്നത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു അന്ന്. പക്ഷെ സിനിമയെ പോലും അതിഭാവത്തുള്ള അഭിനയമായിരുന്നു. ഞാൻ അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. അന്നത്തെ കാലത്തെ സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര അതിഭാവകത്താണ്. ഈവൻ അതിൻ്റെ പിക്ചറൈസേഷൻ പോലും 180 ഡിഗ്രിയിലേ ഷൂട്ട് ചെയ്യുള്ളൂ. സ്റ്റേജ് ആയിരുന്നു. സ്റ്റേജിൽ എങ്ങനെ സംഭവം നടക്കും എന്നുള്ളത് ആ വ്യൂ പോയിന്റിലാണ് സിനിമ കണ്ടിരുന്നത്. അതിനകത്ത് അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിഭാവുകത്വം തുളുമ്പുന്ന അഭിനയ രീതിയായിരുന്നു. ഞങ്ങളുടെ നാടകത്തിൽ പോലും അത്ര അതിഭാവുകത്വം ഇല്ലായിരുന്നു. ഞങ്ങളുടെ നാടകത്തിലുള്ള ക്യാരക്ടേഴ്സാണ്, ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യായിരുന്നു. അതിനും നാടകത്തിന് വേണ്ട ചെറിയൊരു ത്രോ, അതായത് പ്രേക്ഷകനിലേക്ക് എത്ര ചെറിയ ത്രോ ഉണ്ടാവണം. ആ ഒരു ചെറിയ ത്രോ അല്ലാതെ ബാക്കി പെരുമാറ്റങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഇതൊക്കെ എല്ലാവരും നമ്മളെ എത്ര പേര് കാണുന്നു, എത്ര പേര് അറിയുന്നു, അതാണല്ലോ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്ന സ്വഭാവം നമ്മളിലൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് കൂടുതലുള്ള ആളാണ് കലാകാരനാകുന്നത്. അപ്പം അത് അന്ന് നാടകത്തിൽ കിട്ടുന്നുണ്ട്. നാടകത്തിൽ എവിടെ പോയാലും അച്ഛനെ കാണാൻ കുറേ ആൾക്കാർ കൂടും. ഇപ്പം അച്ഛൻ എൻപിള്ള മകൻ
അപ്പം ഞാൻ എൻ്റെ ഓർമ്മ വെച്ചപ്പം പോലെ ഞാൻ എവിടെയാ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ വെച്ച പോലെ എന്നെ ആൾക്കാർ അറിയുന്നുണ്ട്. അല്ല, ഈ ഓരോ കാലഘട്ടത്തിലും സിനിമ അല്ല, വ്യത്യാസം അങ്ങനെ എനിക്ക് ആ കാലഘട്ടത്തിൽ ഞാൻ കാവാലിയിൽ അഭിനയിച്ച ശേഷം എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ മറ്റൊന്ന്, അന്ന് അവിടെ അഭിനയിച്ചപ്പോൾ ഈ ക്ലോസ് ഇവിടെ നോക്കിയിട്ട് ക്ലോസ് ഇവിടെ ആൾ നിൽക്കുക, ക്യാമറയുടെ റൈറ്റ് നോക്കുക, ഇവിടെ ആൾ മറ്റേ അന്യ ആളെന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുമ്പോൾ എനിക്കൊരു സുഖം തോന്നിയില്ല. അതിൻ്റെ ഒരു എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ സുഖം അതെനിക്ക് നാടകത്തിൽ നിന്നാണ് കിട്ടും. നാടകം ഇങ്ങനെ നമ്മൾ തമ്മിൽ പറയുക, ആ ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, അതില്ല അവിടെ. ചിലർ പറയും 90s സിനിമയാണ് നല്ലത്, പിന്നെ ഇപ്പോഴാണ് സിനിമ വേറൊരു ലെവലിലേക്ക് പോയത്. മലയാള സിനിമയിൽ വലിയൊരു മാറ്റം ആദ്യമായിട്ട് വരുത്തത് എൻ്റെ അറിവിൽ പി എൻ മേനോൻ സാറാണ്. പി എൻ മേനോൻ ഓളവും തീരവും എന്ന സിനിമയാണ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തോട്ട് വന്നത്. പിന്നെ അങ്ങനെയാണ് ആദ്യം ലോങ് ഷോട്ടിൽ നിന്ന് ക്ലോസിലേക്കും, ക്ലോസിൽ നിന്ന് വേണം ലോങ് ഷോട്ടിലേക്ക് കട്ട് ചെയ്യാവുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് പടം ഒരു സീൻ തുടങ്ങുന്നത് വൈഡ് തുടങ്ങുന്നു, സജഷൻ ക്ലോസ്, സജഷൻ ക്ലോസ്, പിന്നെ തിരിഞ്ഞ് വീണ്ടും വൈഡിൽ പോയിട്ട് അവസാനിക്കുന്നു. അങ്ങനെയായിരുന്നു സങ്കല്പം. പിന്നെ ക്യാമറ അപ്പുറത്തോട്ട് പോവില്ല, ഈ പറഞ്ഞ 180 ഡിഗ്രിയിലേ ഉള്ളൂ. ഈ ഇമാജിനറി ലൈൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അയ്യോ കുഴപ്പമെന്നാണ് വിചാരിച്ചത്. അത് മാറ്റിയത് പി എൻ മേനോനാണ്. പിന്നെ അതോടൊപ്പം തന്നെ കെ ജി ജോർജ്, ഭരതൻ, പത്മരാജൻ, ആ പറഞ്ഞ പിന്നെ ജോൺ എബ്രഹാം, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രതിഭകളുടെ ഒഴുക്ക് തുടങ്ങുന്നത് 70s. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ലാംഗ്വേജ് ഉണ്ടായത് ആ കാലത്താണ്. അതായത് നമുക്കൊരു സംഭവം നടക്കുന്ന ആ സംഭവത്തിൽ നോക്കിക്കാണുന്ന പോലെ. മറ്റത് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ആയിരുന്നു ഫ്രെയിംസ്. മറ്റത് സിനിമയ്ക്ക് അകത്തോട്ട് നമ്മൾ ആ സംഭവത്തിൽ കൂടെ ക്യാമറ ചലിച്ചിട്ട്, അത് ഇവരുടെ കാലത്ത് കെ ജി ജോർജിനൊക്കെ ഒരുപാട് പങ്കുണ്ട് ഈ മലയാള സിനിമയുടെ ഈ മാറ്റത്തിൽ. പ്രത്യേകിച്ച് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് സിനിമയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചത്. പിന്നെ നടന്മാരായ നെടുമുടി വേണു, ഗോപിച്ചേട്ടൻ, അത് ഗുണസമ്പന്ന സുകുമാര കളയവരൻ ഒന്നും ആവണമെന്നില്ല, കഷണ്ടിയുള്ളവർക്കും ഹീറോ ആവാം എന്നൊക്കെ അന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അന്നിപ്പോൾ എല്ലാവരും തമാശ കളിയാക്കി പോലും ആരാടാ നീ എന്നെ പ്രേം നസീറാണോ എന്ന് ചോദിക്കുന്ന സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു ഏറ്റവും മാക്സിമം പ്രേം നസീറാണ്. നസീർ സാറിനെയാണ് എല്ലാവരും സാധാരണക്കാർ പോലും പറയുന്ന സൗന്ദര്യത്തിൻ്റെ ആകമാനമുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷണമൊത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആളായിരിക്കണം നായകൻ എന്ന് പ്രതീക്ഷിക്കുന്ന കാലത്താണ് കഷണ്ടിയുള്ള ഗോപിച്ചേട്ടനും അത്ര വലിയ സുന്ദരമൊന്നും അല്ലാത്ത എങ്കിൽ പോലും മറ്റേ നെടുമുടി വേണു, തകര എന്നുള്ള സിനിമയൊക്കെ വരുന്നതും, ചാമരം, തകര, അങ്ങനെ കുറേ സിനിമകളൊക്കെ വന്ന ആ കാലത്താണ്. അതാണ് ശരിക്കും മലയാള സിനിമയിൽ ഞാൻ കണ്ട ഒരു ന്യൂജൻ. പിന്നെ ഇപ്പം ടെക്നോളജി ഭയങ്കരമായിട്ട് മാറി. അതായത് ക്യാമറ മാറി, പിന്നെ ബാക്കിയുള്ള സൗണ്ട് മിക്സിങ്, പിന്നെ എഡിറ്റിങ്, പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ. എൻ എൻ പിള്ള സാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് മറക്കണം എന്നുള്ള ഡയലോഗും, പിന്നെ എനിക്കൊരാട് നിനക്കൊരാട്, സോഷ്യലിസം എന്താണെന്ന് കമ്മ്യൂണിസം എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്ന നാടകത്തിലെ ഡയലോഗാണ്. അച്ഛനെ പറ്റി ഡോക്യുമെന്ററി എടുത്തു. ആ ഡോക്യുമെന്ററിക്ക് വേണ്ടി എടുത്ത സാധനമാണ് ആ മറ്റേ നാടകത്തിന്റെ സാധനം. അത് ഞാനൊക്കെ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തതൊക്കെ. ബിജു നട്ര എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഡയറക്ടർ. നടന്ന് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തു. നമ്മൾ കുറേ ദിവസം കൊണ്ട് അത് 30 വർഷം മുമ്പ് എടുത്തതാണത്. അല്ല, അതിനകത്തൊന്നും കാണുന്ന ആളല്ല അച്ഛൻ. 500 ആനായിട്ട് അഭിനയിച്ച അച്ഛനൊരു ക്യാരക്ടറാണ്. അച്ഛൻ കാവാലി എന്നുള്ള നാടകത്തിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്, വേറെ ക്യാരക്ടറല്ലേ. ക്രോസ്ബെൽറ്റിനകത്ത് നടുവ് തളർന്ന് കട്ടിലേ കിടക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമെന്ന്. പക്ഷെ എന്നുള്ള നല്ല വ്യക്തി വേറെയാ. എനിക്കത് ക്യാരക്ടറായിട്ട് ഞാൻ കാണുന്നത്. ഈ ആടിന്റെ ഡയലോഗ് ശരിക്കും നാടകത്തിൽ ഉണ്ടായിരുന്നത് NOC എന്നുള്ള നാടകം, NOC എന്നുള്ള നാടകത്തിലെ സീനാണത്. അച്ഛൻ എഴുതിയ നാടകം. വിശ്വ കേരള കലാസമിതി എന്നുള്ള നാടക സമിതിയാണ് അവതരിപ്പിച്ചത്. ഇത് അങ്ങയുടെ മകന്റെ അമ്മായച്ഛനാണ് വന്നിരിക്കുന്ന ആള്. ഇത് നമ്പൂരിയാണ്. അപ്പം നമ്പൂരിയുടെ കുടുംബമൊക്കെ മോനെ ഒരു NOC കിട്ടി. അങ്ങനെ അവനെ ഗൾഫിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ഈ വീടും എല്ലാം അങ്ങനെ തീറൊക്കെ എഴുതേണ്ട അവസ്ഥ വരുന്നതും അതിനകത്തെ മണ്ടത്തരങ്ങളൊക്കെയാണ്. അതിനകത്ത് അതിൻ്റെ ഒരു സെറ്റയറാണ്. അപ്പം അന്ന് ആ സീനിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനോട് പറയുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള ഈ നമ്പൂരിയുടെ ചിന്തകൾ പറയുന്നതാണ്. പക്ഷെ സറ്റയർ ആണെങ്കിലും എന്താണ് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. സോഷ്യലിസം എന്താണ്, ഫാസിസം എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, വളരെ സിമ്പിളായിട്ട് ഇതെല്ലാം മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഡയലോഗ് കണ്ടാൽ മതി, അല്ലെങ്കിൽ സീൻ കണ്ടാൽ മതി. അച്ഛൻ്റെ ഡയലോഗുകളാണ് അച്ഛൻ്റെ നാടകത്തിന് ഏറ്റവും
എപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന കാര്യം അതാണ്. ഞങ്ങൾ വിക്കിപീഡിയയിൽ വായിച്ചു സാറിന്റെ പ്രസവം എടുത്ത അച്ഛനാണ്. അതെ അതെ അതെ, ശരിയാണ്. പിന്നെ മലേഷ്യ വെച്ച് അപ്പം ഞാനും അങ്ങനെ അച്ഛൻ പറഞ്ഞു കേട്ടോ അല്ല, ഞാൻ ആ അച്ഛൻ്റെ കൈകളിലേക്കാണ് ജനിച്ചു വീണത്. അപ്പം അവിടെ നിന്ന് ഈ ഹോസ്പിറ്റലൊക്കെ മറ്റേ ചീനന്മാരും ഒക്കെയാണ് ഡോക്ടേഴ്സൊക്കെ. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാനിവിടെ നിങ്ങൾ മതി. അപ്പം അച്ഛനന്ന് ഈ ഡ്രസ്സർ എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്. അതായത് ഈ മിക്കവാറും മെഡിസിനൊക്കെ പഠിക്കണം, പിന്നെ ചെറിയ ഓപ്പറേഷനൊക്കെ ചെയ്യാം. അതാണ് ഈ എസ്റ്റേറ്റ് ജോലി, അവിടുത്തെ എല്ലാം കൂടിയുള്ള ജോലിയാണ്, റബ്ബർ എസ്റ്റേറ്റിൽ ജോലിയാണ്. അത് INA ഒക്കെ കഴിഞ്ഞു, ഒന്ന് ഇവിടെ നാട്ടിൽ വന്നു, അമ്മയെ കല്യാണം കഴിച്ചു, മൂത്ത സിസ്റ്റർ ഉണ്ടായി, വീണ്ടും പട്ടിണിയും പരിവട്ടമായിട്ട് വീണ്ടും അങ്ങനെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ജോലിയായി, നല്ല സൗകര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഡ്രസ്സർ പരീക്ഷ പാസ്സായാലും ഇവിടെ വന്ന് 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ LMB കിട്ടും. പഴയ LMB എന്ന് പറഞ്ഞാൽ പഴയ MBBS. MBBS LMB എന്നാണ് പണ്ട് പറഞ്ഞത്. MBBS കിട്ടും. അപ്പോൾ അത്യാവശ്യം മെഡിസിൻ അറിയാം. പിന്നെ അമ്മയ്ക്ക് വിശ്വാസം, നിങ്ങൾ അപ്പം അങ്ങനെ ഇവരെല്ലാം തയ്യാറാക്കി പഞ്ഞിയും തുണി എല്ലാം റെഡിയാക്കി അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കൈകളിലേക്ക് ഞാൻ ജനിച്ചു. അപ്പോൾ അതിനേക്കാളും ഭാഗ്യം എന്താ, പിന്നെ ആ കൈ പിടിച്ചാണ് നടന്നത്. പിന്നെ എന്താ വേണം? പിന്നെ അവസാനം അച്ഛൻ മരിക്കുന്ന 95 നവംബർ 14 വരെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അതിനെക്കാട്ട് വലിയ ഭാഗ്യം എവിടെയാണ്? അപ്പോൾ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാൾ ഞാനാണ്. ആണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ആ കഥയൊക്കെ പറഞ്ഞു. പിന്നെ അച്ഛൻ ആദ്യം നാടകം എഴുതുന്നത് സുഭാഷ് ചന്ദ്രബോസ് വന്നൊരു വേദിയിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്ത് അവിടെ സ്വാതന്ത്ര്യബോധം വളർത്താൻ വേണ്ടിയിട്ട് INAക്കാർക്ക്, ഈ പട്ടാളക്കാർക്ക് അവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നാടകം. അന്ന് അച്ഛൻ ആ നാടകത്തിൽ അഭിനയിച്ചില്ല. പക്ഷെ അച്ഛൻ നാടകം ഇരുന്നുള്ള രീതി അവിടെ ഇരുന്നു. അച്ഛൻ്റെ അടുത്താണ് ഇദ്ദേഹം ഇരുന്നത്. നാടകം കണ്ട് അങ്ങേര് കരഞ്ഞു, കണ്ണ് നിറഞ്ഞു. അച്ഛനൊരു പേഴ്സും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു. ആ ബാഡ്ജൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കുത്തി നടക്കുമായിരുന്നു കൊച്ചായിരുന്നപ്പോൾ. പക്ഷെ പേഴ്സ് എവിടെയോ പോയി ദ്രവിച്ച്. ഞാൻ പേഴ്സ് കണ്ടിട്ടുണ്ട്, ഈ തുകൽ പേഴ്സ്. അപ്പം അച്ഛനൊരു ലേഖനത്തിൽ പണ്ട് എഴുതിയിട്ടുണ്ട്, ആ പേഴ്സ് കിട്ടിയ അന്ന് മുതൽ ഞാൻ ദരിദ്രനായിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പോലെയാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. ബാഹുല് സാറിനോട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ അയച്ചു തന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട്. ഞാൻ ചോദ്യം പ്ലേ ചെയ്ത് കാണിക്കാം. കുട്ടേട്ടൻ്റെ ആദ്യം സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ പറഞ്ഞിരുന്ന ഒരു മേജർ സീൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ്, പിന്നീട് കുട്ടേട്ടൻ ആ സ്ക്രിപ്റ്റ് പ്രിന്റഡ് ആയിട്ട് വായിക്കാൻ തന്നപ്പോൾ അതിലില്ലായിരുന്നു. കാരണം അത് ഫൈനൽ ട്രിമ്മിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടായിരുന്നു കുട്ടേട്ടന് വായിക്കാൻ തന്നിരുന്നത്. അപ്പോൾ കുട്ടേട്ടൻ ആ വേർഷനാണ് വായിച്ചിരുന്നത്. വായിച്ചിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുകയും കുട്ടേട്ടന് അത് വർക്കായ രീതി എല്ലാം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നൊക്കെ നന്നായിട്ടുണ്ട്, കുട്ടേട്ടൻ ക്യാരക്ടറിൻ്റെ പ്രിപ്പറേഷനിലേക്ക് തുടങ്ങി, ഇങ്ങനെ പോകാം, ക്യാരക്ടറിൻ്റെ ആർക്ക് ഇങ്ങനെ പോകാം എന്നൊക്കെ കുട്ടേട്ടൻ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് ഒക്കെ നടത്തി നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ഈ പഴയ വേർഷൻ വായിക്കുകയോ അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അസോസിയേറ്റ് ഡയറക്ടർ അറ്റ് പ്രസൻറ്റ് വേർഷനിൽ ആ മേജർ സീക്വൻസ് അല്ലെങ്കിൽ ആ സീൻ ഇല്ല എന്ന് അറിഞ്ഞിട്ട് നമ്മളടുത്ത് അയ്യോ ആ സീൻ എന്തിനാ ഒഴിവാക്കി, അത് നിർബന്ധമായിട്ടും ചേർക്കേണ്ട സീനാണല്ലോ, അത് നല്ലൊരു സീനായിരുന്നല്ലോ എന്നുള്ള അവൻ്റെ അഭിപ്രായം. പിന്നെ ഞങ്ങളത് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും തോന്നി എന്നാൽ പിന്നെ വച്ചേക്കാം. കാരണം ആ സീൻ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വേറൊരു സിനിമയിലോ വേറൊരു കഥയിലോ ആ സീനിന് റെലവൻസ് ഉണ്ടാവില്ല, ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും വേറെ എവിടെയും ചേർക്കാനും പറ്റില്ലായിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് അവസാനം എന്നാൽ പിന്നെ ഉൾപ്പെടുത്തിയേക്കാം എന്ന് തീരുമാനിച്ചിട്ട് ആ സീൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അത് കുട്ടേട്ടൻ്റെ അടുത്ത് പിന്നെ ഷൂട്ട് തുടങ്ങിയ സമയത്താണ് ആ സീൻ തിരിച്ചു വന്നു എന്നുള്ള കാര്യം കുട്ടേട്ടൻ അറിയുകയും ചെയ്തത്. എന്നിട്ട് ആ സീൻ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടേട്ടൻ അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു, അയ്യോ ആ സീൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു താളം നഷ്ടമാകുമോ, അത് ആവശ്യമാണോ എന്നൊക്കെയുള്ള രീതിയിൽ കുട്ടേട്ടൻ നമ്മളൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഏതോ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ടൈമിന് ശേഷം നൈറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേണോ വേണ്ടയോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ആ സീൻ ഒടുവിൽ നമ്മൾ എന്നിട്ട് ഷൂട്ട് ചെയ്തു. അതിപ്പോൾ ഒത്തിരി പ്രേക്ഷകർ എടുത്ത് കമൻറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിട്ട് കുട്ടേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ടും അതിൽ ഉണ്ടാക്കിയേക്കണ ഒരു നെർവസ്നെസ് ടെൻഷൻ കൊണ്ടും ഒത്തിരി കമൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏത് സീനാണെന്ന് കുട്ടേട്ടൻ ഓർക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയുക. ശരിയാ, ഈ പറഞ്ഞ ആ സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ അതുണ്ടായിരുന്നു, ആ കൊള്ളാം എന്നൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അല്ലാതെ വേറെ ക്ലബ് ചെയ്ത് വേറൊരു ക്യാരക്ടറും കൂടെ ക്ലബ് ചെയ്തിട്ടായിരുന്നു അത്. രണ്ടാമത് വന്നപ്പോഴത്തേക്കും ആ ക്യാരക്ടർ ഇല്ലായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ വീണ്ടും അത് വെച്ചു. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ
അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനൊരു അയ്യോ അതിൻ്റെ ആവശ്യമില്ല ആ സീന് ഇല്ല വിട്ടിട്ട് അതിങ്ങനെ പറഞ്ഞു അമ്മ അത് ഭയങ്കര ഉഴച്ചു നിൽക്കും. അത് എൻ്റെ മനസ്സിലപ്പോൾ ആദ്യം കിടക്കുന്ന ഈ 2 ക്യാരക്ടറും കൂടെ ക്ലബ് ചെയ്ത് പറഞ്ഞതാ. മേജർ രവി അഭിനയിച്ച ക്യാരക്ടറുണ്ട്, അതുമായിട്ട് ക്ലബ് ചെയ്താ കിടക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെ കിടക്കുക. അത് അപ്പം നമ്മളിത് കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മനസ്സിലൊരു ഞാൻ കുത്തിയിരുന്ന് ആലോചിക്കുന്നതല്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ അതിൻ്റെ പുറകെ പോകും. അപ്പം അങ്ങനെ പോയി എൻ്റെ മനസ്സിൽ ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് പൊളിയുക. അപ്പം ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് അത് ശരിയാകില്ല. അപ്പോൾ ഇല്ല കുട്ടേട്ടാ അന്ന് എന്നെ ഒരു കൺവിൻസ് ചെയ്തു. അപ്പോൾ കൺവിൻസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് തോന്നില്ല. പക്ഷേ സീൻ ചെയ്യാൻ തുടങ്ങിയാൽ ഞാനിതൊക്കെ എനിക്ക് അങ്ങനത്തെ ഈ പറഞ്ഞ ഞങ്ങൾ പഴക്കമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അതല്ല എനിക്ക് ചില ചൊറിച്ചിലൊക്കെ വരും, ഞാൻ അവരോട് ചൊറിയും. അപ്പോൾ അങ്ങനെ കുട്ടേട്ടാ ഒന്ന് പ്ലേസ് എന്നൊക്കെ പറയും. അതെൻ്റെ ഒരു ഈ പറഞ്ഞ എന്ത് ടെൻഷനാണ് ചില അങ്ങനെ ഷോട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന അവർ സമ്മതിക്കും. അത് അങ്ങനെ അത് ഒരു കൊടുക്കൽ വാങ്ങലല്ല, അല്ലാതെ അതിനകത്തൊരു വഴക്കം പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഇരുട്ടാകുമ്പോൾ എന്തിനാത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് കട്ട് ചെയ്യും. എനിക്കത് പിന്നെ അങ്ങനത്തെ സംഭവമില്ല. പിന്നെ അത് ഇപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സീൻ വേറൊരു ലെവലാണ്. ഇപ്പം അത് ഒരുപാട് പേര് ആ സീനിനെ പറ്റി വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു ഹൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സീൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടറാണ് ഇനി അടുത്ത ചോദ്യം. കുട്ടേട്ടൻ നമ്മുടെ പടത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് സീനാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത്? ഏതായിരിക്കും ഏറ്റവും കുട്ടേട്ടൻ്റെ ഉള്ളിൽ തട്ടിയ സീനോ അല്ലെങ്കിൽ അത്ര ഇഷ്ടമായ സീന് കുട്ടേട്ടൻ ഏതാണ്? എനിക്ക് ടോട്ടൽ സീൻ എനിക്ക് അതായത് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യൂല. ഞാൻ ചിലപ്പോൾ ചില സീനുകൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞില്ലേ ചേട്ടാ അത് അത്രയും വേണ്ട, അത്ര സ്പീഡ് വേണ്ട. അപ്പം ഞാൻ എന്താ അത്ര സ്പീഡായാൽ ഇത് എൻ്റെ എന്താ പറയുക എന്നെ കൺവിൻസ് ചെയ്യാനാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾ അത് അത്രയും വേണ്ട, ഞാൻ പിന്നെ അത്രയും കുറച്ച് കുറയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളില്ല. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോധ്യം. ഒന്നാമത്തെ കാര്യം എന്നെ ബോധ്യപ്പെടുത്തണം എനിക്ക്. ഞാനല്ലാതെ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യം വിശ്വസിപ്പിക്കണം. എന്നെ വിശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകന് ബോധ്യമാകുന്നത്. ഞാൻ എല്ലാ സീനുകളിലും ആ ഒരു പിന്നെ ഈ പറഞ്ഞ അവസാനത്തെ ഒരു സീനുണ്ട്, അത് എങ്ങനെ വേണേൽ ചെയ്യാവുന്നതാണ്. 2-3 രീതിയിൽ ചെയ്യാതെ. പക്ഷെ ഇപ്പം ഞാൻ ചെയ്ത രീതി ആണ് എനിക്കിഷ്ടപ്പെട്ടത്. അവർ ഓക്കെ പറഞ്ഞത് അത് തന്നെയാണ്. അതാണ് ഏറ്റവും ഇമ്പ്രസീവായിട്ട്. പക്ഷെ അതിനെപ്പറ്റി പറയാൻ പറ്റില്ലല്ലോ. അതിന് പ്രത്യേക അവസ്ഥയുണ്ട്. അതുവരെ ആ കഥാപാത്രം പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായ അതുവരെ ഇല്ലാക്ക്. പണ്ട് സാറ് വില്ലനായിട്ട് കൂടുതലുണ്ടായിരുന്ന സമയത്ത് സാറിന്റെ ക്യാരക്ടർ നായകന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ കാണുന്നവർക്കൊരു സമാധാനമായിരുന്നു, ആശ്വാസം. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും രസം തോന്നിയത് ഒരിക്കലും സുരേഷ് ഗോപിയുടെ മകന് ഗോകുല് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എന്തോ ഇങ്ങനെ സംസാരിച്ച് മതി പറഞ്ഞു. എന്നിട്ട് കുട്ടനങ്ങളെ ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛനൊക്കെ ഇങ്ങനെ അഭിനയിച്ചു വരുമ്പോഴത്തേക്ക് ചില പ്രത്യേക പ്രതിസന്ധി വരുമ്പോൾ കുട്ടനങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. അതായത് സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് ഞാൻ സുരേഷും കുറേ പടങ്ങൾ ചെയ്തിരുന്നു. അപ്പം ആ കൊച്ചുകുട്ടിയെ അവൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പ്രേക്ഷകനത് തോന്നിയിട്ടുണ്ടാവും. റാംജിറാവിനകത്ത് അയാളുടെ ഇൻട്രസ്റ്റ് ആണ്, അവിടെ നിർദാക്ഷിണ്യം ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അവരുടെ മുഖത്തിന് വലിയ മൂവ്മെന്റ് ഇല്ല, വലിയ വികാര വിക്ഷോഭങ്ങളില്ല. ഒരൊറ്റ ഫേസാണ്. സംസാരിക്കുമ്പോൾ മാത്രം ചുണ്ടുകൾ അനങ്ങുന്നേ ഉള്ളൂ. അയാൾക്ക് ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയിട്ട് വില പേശുക. അപ്പോൾ അയാൾക്കും മനുഷ്യൻ്റെ മനസാക്ഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. വെറും ഒരു പച്ച ഒരു മൃഗം പോലുള്ള മനുഷ്യൻ. അതേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അയാൾ വില്ലനാണെന്നോ അയാൾ അങ്ങനെയല്ല. ഞാൻ ആ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം അനുസരിച്ച് ഞാൻ പെരുമാറുന്ന. അപ്പം എനിക്ക് ആ കഥാപാത്രം പ്രിയപ്പെട്ടതാണ്. അല്ലാതെ എനിക്കത് വില്ലനായിട്ടല്ല ഞാൻ കാണുന്നത്. പക്ഷേ വില്ലനായിട്ട് എനിക്ക് വൃത്തികെട്ട തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് സ്റ്റോപ്പ് വയലൻസ് പടം. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യ സിനിമ അതാണ്. AK സാജൻ എഴുതി AK സാജൻ ഡയറക്റ്റ് ചെയ്ത പടം. അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഒരു ആന്റി ഗുണ്ടാ സ്ക്വാഡ്. ഗുണ്ടകളെ അമർച്ച വേണ്ടി ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു DYSP ആയിട്ട്. അയാള് ഭയങ്കര വൃത്തികെട്ടനാണ്. അയാളാണ് ഏറ്റവും വലിയ ഗുണ്ട. ഇയാള് ഗുണ്ടാസിനെ കൊണ്ട് അത് ഇതൊക്കെ ചെയ്യിപ്പിക്കുക, എല്ലാ പരിപാടി. എന്നിട്ട് നമുക്കെതിരെ വന്നാൽ അവനെ തട്ടുക ഇയാള് വേറെ ഗുണ്ടയെ കൊണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട കഥാപാത്രം.
ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്കൊരു വൃത്തികെട്ട, അയ്യോ ഇങ്ങനെ വൃത്തികെട്ടാനാണല്ലോ ഇയാൾ എന്നൊക്കെ തോന്നില്ല നമുക്ക്. അല്ലാതെ ബാക്കി ഞാൻ ചെയ്ത വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രമൊന്നും വില്ലനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ആസ് എ ക്യാരക്ടർ. ഇതിൽ ഓർമ്മ ഒരു പ്രധാന തീമാണ് പടത്തിലെ കിഷ്കിന്ധാകാന്ഡത്തില്. സാറിന്റെ ചില പടങ്ങൾ നമ്മൾ പറയും, ഒരുപാട് പടങ്ങളുണ്ട്, 2-3 പറയാം. അതിൽ സാറിന് ഓർമ്മ വരുന്നത് എന്താന്ന് പറയണം. ക്രൈം ഫയലില് ഫാദർ ക്ലെമന്റ് കാളിയാൻ എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ കേൾക്കുമ്പോൾ സാറിന് ഓർമ്മ വരുന്നത് എന്താ? ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞാൻ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ പടം രഥോത്സവം എന്ന് പറഞ്ഞ പടം പൊള്ളാച്ചി ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അപ്പോൾ പൊള്ളാച്ചിയിൽ അതിനകത്ത് പാട്ടുണ്ട്, തെച്ചിപ്പൂവേ തെങ്കാശി, ആ പാട്ട് ഞാൻ പാടുന്നു. ഒരു ഹീറോ ലെവലിലുള്ള ഞാനും സുരേഷ് ഗോപി, ഒരു ഏകദേശം ഈക്വൽ ക്യാരക്ടർ. സുരേഷാണ് ഹീറോ. പിന്നെ ഫൈറ്റ് ഉണ്ട്, പിന്നെ വടി കൊണ്ടുള്ള അടി, അങ്ങനെ കുറച്ച് തമിഴ് ഇതുള്ള ഒരു കൾച്ചറുള്ള ഒരു സിനിമയാണ്. ഇത് തീരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് എന്നെ വിളിച്ചുകൊണ്ട് കൂട്ടാ എപ്പോഴാണ് വരുന്നത്, ഇന്നത്തെ പോലെ എഗ്രിമെൻറ്റും കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കത് തീർത്തിട്ട് ഇവിടെ വരണം. അങ്ങനെ ഞാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു പകൽ സീനുകൾ എടുക്കും, രാത്രി പാട്ട്, പിറ്റേ ദിവസം രാവിലെ ഫൈറ്റ്, ഇങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഉറങ്ങിയിട്ടേ ഇല്ല. റൂമിൽ വരെ കുളിക്കുക പോവുക എന്ന് വെച്ചാൽ എനിക്ക് തീർത്തേ പറ്റുള്ളത്. അത് 2 പ്രൊഡ്യൂസർമാരുണ്ട്, അവർ മാറി മാറി പ്രൊഡ്യൂസർമാർ ലൊക്കേഷൻ കാണും. 2 ഡയറക്ടർമാരുണ്ട്. അനിൽ ബാബുവാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അനിലും ഉണ്ട്, ബാബുവും ഉണ്ട്. മനസ്സിലായി? അനിലുണ്ടാവും. ഇപ്പം ചിലപ്പോൾ അനിൽ ക്ഷീണിച്ചിട്ട് അനിലൊന്ന് പോയിരുന്നാൽ ബാബു ഉണ്ടാവും. പിന്നെ ഫൈറ്റിനാണ് ഫൈറ്റ് മാസ്റ്റർ ഉണ്ടാവും, പാട്ടെടുക്കാൻ ഡാൻസ് മാസ്റ്റർ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് റിലീവ്. ഇതിലൊക്കെ ഞാനുണ്ട്, ഞാനും സുരേഷും ഉണ്ട്. അപ്പോൾ എനിക്ക് തീർത്തേ പറ്റുള്ളൂ, ഉറങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ 3 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കമൊക്കെ അങ്ങ് പോയി. അങ്ങനെ അവിടുന്ന് രാവിലെ തീർത്തു, കുളിച്ചു വണ്ടിയെ കയറി ഇവിടെ വന്നു. ഇവിടെ നിന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അങ്ങനെ വൈകുന്നേരം ഷൂട്ടിങ് ഇവിടെ ഈ കാളിയാർ അച്ഛൻ വന്ന് ഏതോ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഞാനിങ്ങനെ കാറെ വന്ന് ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വന്ന് ഡയലോഗ് പറയണം. ഞാൻ നടന്നു വരും, ബ്ലാങ്കാ, മറക്കല്ല, ബ്ലാങ്കാ. ഞാൻ എവിടെയാ പൂന്നങ്ങ് പോവുക. ഇന്ന് കിളി പോയെന്ന് പറയാം നമ്മള്. അപ്പോഴേ ഞാൻ ഓ സോറി എന്ന് പറയും. പിന്നെ വീണ്ടും വരും. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് ഞാൻ മതിച്ചേട്ടാ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് ഞാനങ്ങ് ഒപ്പിക്കുകയായിരുന്നു. ഉറങ്ങിയില്ല, അഭിനയിച്ച് തീർത്തിട്ടേ അത് ചെയ്തു. അത് ഞാൻ പറയാം. അങ്ങനെ അതാണ് എനിക്ക് ആ സിനിമയിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബ്ലാങ്കായി പോവുക. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്ലേ ആണ്. അതാണ് എന്നെ കൂടുതൽ അഭിനയത്തെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ ആ നിമിഷം ഞാൻ ഓർക്കും. നമ്മുടെ മനസ്സൊന്ന് ഒരു മാറിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്യാരക്ടർ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ, അതിൽ നിവിൻ്റെ അച്ഛനായിട്ട് കത്ത് വായിക്കുന്ന സീനുണ്ട്. ആദ്യം വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഗോവ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ വേറൊരു ഫീലിലേക്ക് പോകും. പക്ഷെ അത് വലിയ പാടാണ് എനിക്ക്. അത് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പം നിവിൻ അത് വായിക്കുന്ന സ്പീഡല്ല ഞാൻ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ആ നിവിൻ വായിക്കുന്ന സാധനം എൻ്റെ ശബ്ദത്തിൽ കേൾക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആ സ്പീഡും ഈ സ്പീഡും അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തീരുമാനവും ഇല്ലായിരുന്നു. പക്ഷെ അത് ഞാൻ ഒപ്പിച്ചു. രാവണപ്രഭു ഉറപ്പായിട്ട് എല്ലാവരും ഡയലോഗും പറയുന്നതാണ്. നടേശ കൊല്ലണ്ടെന്നുള്ള ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് കൊല്ലണ്ട, ഇതാണ് ശരിക്കും. പക്ഷെ ഈ ലാല എനിക്കിട്ട് ഞാൻ അടിക്കാൻ ഞാൻ കയ്യെ പിടിച്ചു ഇങ്ങനെ തിരിച്ചു ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ നടേശ കൊല്ലണ്ട എന്ന് പറയുമ്പോഴത്തെ തമാശ ഉണ്ട്. എങ്കിലും തമാശ ഉള്ളൂ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അതിനകത്തൊന്നുമില്ല. ട്രിക്കറിയാം, എനിക്കറിയാം. ഉറപ്പായിട്ട് അറിയാന്ന്. അപ്പൊ ഡബ് ചെയ്തപ്പോഴും കുറച്ച് സീരിയസ് ആയിട്ട് ഡബ് ചെയ്യാൻ BM-നും ഡബിങ്ങിന് വന്ന് എന്നെ പുള്ളി ഇൻസിസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ഇത് തന്നെ പല രീതിയിൽ ഇതേ എനിക്ക് അതേ നിൽക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അതൊരു കൾട്ട് ഡയലോഗായി മാറി. അതെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗായി മാറി. അത് ഈ തമാശ ഉണ്ടാകുന്നത് വോക്കൽ ട്രിക്കറിയാണ്. അത് പല രീതിയിൽ തമാശകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോഴായിരിക്കും എക്സ്പ്രഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചില എക്സ്പ്രഷൻ ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും. അത് പിന്നെ ഈ പറഞ്ഞ ശബ്ദം കൊണ്ടുള്ള കളി, പല രീതിയിൽ തമാശ ഉണ്ടാകും. ഇതാണ് ശബ്ദം കൊണ്ടുള്ള ഒരു വേലയത്. ബിഗ് ബിയില് ജോർജ് സാർ ഉണ്ട്. ബിഗ് ബി 2-ല് ജോർജ് സാർ ഉണ്ടാവോ?
അറിയില്ല ഇതൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നല്ലേ. എന്താണേലും ഇത്രയും നാളിങ്ങനെ ഒന്നിച്ച് ഇത്രയും ആൾക്കാരുടെ കൂടെ, അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. 42 വർഷമായിട്ട് ഇത് മാത്രം തൊഴിലായിട്ട് എല്ലാ വർഷവും കുറേ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ ഈ പറഞ്ഞ ചേറാടിക്കറിയ, അപ്പിച്ചായി, ദേശാടനം, പിന്നെ വിനയൻ്റെ ഒരു പടത്തിൽ സിപ്പായി ലഹള, മേലെപ്പറമ്പിലാൻ വീട്, പിന്നെ മങ്കമ്മ എന്ന് വെച്ചാൽ TV ചന്ദ്രൻ്റെ പടം. പക്ഷെ പടം തിയേറ്ററിൽ വന്നില്ല. ഭയങ്കര രസമുള്ള 2 സ്റ്റേജുള്ള ക്യാരക്ടറാണ് അത്. പിന്നെ ഈ ജോഷിയുടെ പടങ്ങളിൽ കുറേ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പം ഇതൊക്കെ ഉണ്ട്. ഇപ്പം ആൻ്റണി ഉണ്ട്, പോർജു മറിയൻ ജോസ് ഉണ്ട്, അതിന് മുമ്പുള്ള പല വേഷങ്ങൾ. അങ്ങനെ കുറേ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ലീലയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഈ അപ്പിച്ചായി, ലീല, പിന്നെ ഇപ്പം ഈ മുത്തശ്ശൻ അഭിനയിച്ചത്, അതൊക്കെ എനിക്ക് ഇപ്പം അതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട. അത്രയും വ്യത്യസ്തമായ കഥാപാത്രം അഭിനയിക്കാൻ പറ്റില്ല, വലിയ ഭാഗ്യമല്ലേ. മാക്സിമം ഒരു നടന് ഭയങ്കര വ്യത്യാസമുള്ള ഒരു 3-4 റോളിക്കുള്ള അഭിനയിക്കാൻ പറ്റില്ല. നമ്മുടെ ക്യാൻവാസ് ഇതല്ലേ, നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ അല്ലേ. ഇത് എത്ര വ്യത്യാസം വരുത്താൻ പറ്റും? അതിന് പരിധിയില്ലേ. പിന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കാതെ ആൾക്കാർ ഇയാളെ കുറേ നാളായല്ലോ എന്ന് തോന്നാതിരിക്കുന്നത് വലിയ ഭാഗ്യമല്ലേ. അങ്ങനെ തോന്നാതിരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇയാളെ സ്ഥിരം. അപ്പം ഞാനതുകൊണ്ട് ഓരോന്നിനും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കും ശരീരങ്ങൾ. ഒരു സ്ക്രിപ്റ്റ് വന്ന സാറ് എങ്ങനെ ഓക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കുക. ഞാൻ അങ്ങനെ വലിയ ചൂസ് ചെയ്യുന്നതല്ല, എനിക്ക് ഏകദേശമൊക്കെ പറ്റുന്നൊക്കെയാണ് പറയും. ചിലപ്പോൾ അത്ര വലിയ സിനിമ സംഭവമൊന്നും അല്ലെന്ന് നമുക്കറിയാമായിരിക്കും. എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ്, ഞാൻ അഭിനയിക്കും. അല്ലാതെ ഞാൻ അത് ആ പരിപാടി അങ്ങനെ വിചാരിച്ച് വീട്ടിലിരിക്കുകയുള്ളൂ. നമ്മൾ അഭിനയിക്കുക എല്ലാം പറ്റും. തീരെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ വഴിപുഞ്ഞ് മാറാൻ പറ്റും. ആ സമയത്ത് പിന്നെ വേറെ സിനിമകൾ ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കും. പ്രൊഫഷന്റെ ഭാഗമല്ല അത്. ഇനി സാറിന്റെ ക്യാരക്ടേഴ്സ് ഞങ്ങൾ ഞെട്ടിക്കാൻ പോകുന്ന ഏതൊക്കെയാണ് ഉടനെ? നിങ്ങൾ ഞെട്ടുമില്ലെന്ന് നിങ്ങളെങ്ങനെ ഞെട്ടിക്കാനൊന്നും അതിനുള്ള നമുക്ക് പറ്റില്ല കാര്യമല്ലോ. വേഷനല്ല ചെയ്യേണ്ടത്. വേഷൻ അങ്ങനെ ആവണമെങ്കിൽ നല്ല സ്ക്രിപ്റ്റും അതെങ്ങനെ എത്തുന്നു. നല്ല ക്യാരക്ടേഴ്സ്. ഞാനിപ്പം ദാവീദിനകത്ത് നല്ല ക്യാരക്ടറാണ്. ഇവൻ്റെ ഒരു മെന്ററായിട്ടാണ് മറ്റേ പെപ്പയുടെ. കുറച്ചും കൂടെ തീരാനുണ്ട് ക്ലൈമാക്സ്, ബാക്കിയെല്ലാം തീർന്നു. അതും നല്ല റോളായിരിക്കും. പിന്നെ പെഡിക്റ്റീവ്, അതായത് തമാശ, ഹ്യൂമറാ, വില്ലനാ, പ്രധാനപ്പെട്ട വില്ലനായിട്ട്. പക്ഷെ ഹ്യൂമർ ഉള്ളൊരു ക്യാരക്ടർ. വില്ലനായിട്ട് തിരിച്ചു വരാമോ സാർ? അല്ല അങ്ങനെയല്ല, അത് നല്ല വില്ലനായിട്ടൊന്നും തോന്നൂല. ഹ്യൂമർ ക്യാരക്ടർ അത് ഡിഫറെൻ്റാണ്. പിന്നെ ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ പടമുണ്ട്. ഔസേപ്പായിട്ട് പ്രായമുള്ള ഒരു ഏലത്തോട്ടമൊക്കെ ഉള്ള ഒരു കർഷകൻ. എന്നാൽ ഇപ്പോഴും പുള്ളി തോട്ടത്തിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കർഷകൻ, എന്നാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാരക്ടർ അത്. പിന്നെ വള എന്ന് പറഞ്ഞ് പടം ചെയ്തു, അതൊരു മുസ്ലിം ക്യാരക്ടറാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, അയാളിപ്പോൾ നാട്ടിൽ വന്നു അങ്ങനത്തെ ഒരു കഥ ചെയ്തു. പിന്നെ റൈഫിൾ ക്ലബ് എന്ന് കാശിക്കപ്പൂവിൻ്റെ അങ്ങനെ കുറേ 5-8 ഇപ്പം ഇങ്ങനെ കഴിഞ്ഞതിരിപ്പുണ്ട് പല രീതിയിൽ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ബലപ്പെടുത്തൊന്നും ഇല്ല ജീവിതത്തിൽ വരുന്നത് പോലെ വരിക. വലിയ അംബീഷനൊന്നും എനിക്കില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആവണം, അത് വേണം, അത് വേണം. ഞാൻ ഈ വീട് ഇപ്പം ഞാൻ അച്ഛൻ വെച്ച വീടാണ്. എനിക്ക് ഈ വീട്ടിൽ താമസിക്കത്തോളം സുഖം വേറെ ഇല്ല. പിന്നെ ഞാൻ എറണാകുളത്ത് കണ്ടൊരു വീട് വാങ്ങിച്ചു. എനിക്ക് താമസിക്കാൻ പറ്റില്ല. എനിക്കിവിടെ സിറ്റിയിൽ നിൽക്കാൻ അതല്ല, ഞാനിവിടെ ഈ ഈ ഉളശ്ശയിൽ, കോട്ടയത്തെ ഉളശ്ശ എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ എല്ലാവരും കുട്ടൻ. ഈ സ്ഥലം ഭയങ്കര ഫേമസ് ഒരു ഡയലോഗില് ജഗതി ചേട്ടൻ്റെ ഉളശ്ശ ഉളശ്ശ. അല്ല, ഉളശ്ശയിൽ ഞാൻ കുട്ടനായിട്ട് എനിക്ക് ജീവിക്കാം. എനിക്ക് ഇവിടെ വീട്ടിൽ ഞാനായിട്ട് ജീവിക്കാം. എനിക്ക് അപ്പോഴെനിക്ക് കഥാപാത്രമാകാൻ ബുദ്ധിമുട്ടില്ല. ഞാനൊരു സിനിമാ നടനായിട്ട് വേറെ ഞാനിപ്പം എറണാകുളത്തൊക്കെ താമസിക്കുന്ന വിജയരാഘവൻ സിനിമാ നടനായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പൊ പിന്നെ ഞാൻ സിനിമാ നടനായിട്ട് ജീവിക്കണ്ടേ? ഇവിടെ നാട്ടുകാരനായിട്ട് ജീവിക്കാം. നല്ല സാധാരണ ഞാനായിട്ട് ജീവിച്ചാൽ എനിക്ക് അവിടെ ചെന്ന് എൻ്റെ ഷർട്ടും മുണ്ടും അഴിച്ചു വെച്ച് വേറെ ഇട്ടാൽ ഞാൻ വേറെ ആളാകാം എനിക്ക്. അല്ല സിനിമാ നടനാവേണ്ട കാര്യം. സിനിമാ നടനായിട്ട് എൻ്റെ ഒരു ഗാംഭീര്യത്തോടുള്ള നടപ്പോ സംസാരമോ നോട്ടമോ അങ്ങനെയുള്ള പെരുമാറ്റമോ ഒന്നും വേണ്ട. അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള എനിക്ക് പറ്റുന്ന കാര്യമല്ല. സാറിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്?
എൻപിള്ളയുടെ മകനായിട്ട് ജനിച്ചത്. ആക്ടർ വിജയരാഘവന്റെ ഏറ്റവും വലിയ സന്തോഷം. ആക്ടർ അതല്ലേ ഏറ്റവും വലിയ ആക്ടർ വിജയരാഘവനായതിനാണ് എനിക്ക് 10 ജന്മം ഉണ്ടെങ്കിലും ശരി നടനായിട്ട് ജനിച്ചാൽ മതി. അതിന് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഹജീവികളെ സന്തോഷിപ്പിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ ഏത് പ്രൊഫഷന് പറ്റും. ഇപ്പം പൊളിറ്റീഷ്യനാണെങ്കിൽ തന്നെ ഒരു വിഭാഗം എതിർപ്പുണ്ടാകും അല്ലേ. അയാൾ ചെയ്യുന്ന ശരികളും തെറ്റുകളും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടി 2 വിഭാഗങ്ങളുണ്ടാകും. ഇതതില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ഇഷ്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കില്ലേ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും. അത് ആ ഇഷ്ടം കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ ജോലി. അതാണ് എൻ്റെ പ്രൊഫഷൻ. അതാണ് എൻ്റെ പ്രൊഫഷനുള്ള കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റിൽ അങ്ങനെ ആ ഇൻടോക്സിക്കേഷനിൽ ആ ലഹരിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അത് എത്രയും നാളും തുറന്നു പോകുന്നോ അങ്ങനെ എത്രയും തുറന്നു പോകട്ടെ. ആ ലഹരിയിൽ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം സാർ. ഈ സന്തോഷമുള്ള സമയത്ത്, തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിന്, ക്ലബ് എഫ് എമ്മിൽ വന്നതിന്. താങ്ക് യു. താങ്ക് യു.